കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി ഒരു പരാതി. 2023 മർദ്ദനത്തിൽ പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകനായ സി മാമുക്കോയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദാണ് ചേരുന്നത്. സമീർ, ഈ പോലീസ് മർദ്ദനത്തിൻ്റെതായിട്ടുള്ള വാർത്തകൾ പലയിടങ്ങളിൽ നിന്ന് ഇപ്പോൾ വരുന്നു. ഇതിപ്പോൾ 2023 നടന്ന ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ് ഇത്രകാലം വെളിപ്പെടുത്താത്തത് എന്ന് തോന്നുന്ന രീതിയിലാണ് പഴയ സംഭവങ്ങൾ പലതും ഇപ്പോൾ പുറത്തു വരുന്നത്, പല ദൃശ്യങ്ങളും പുറത്തു വരുന്നത്. ഈ ഒരു സംഭവം എന്തായിരുന്നു വിവരങ്ങൾ? 2023 ഡിസംബറിലാണ് കോഴിക്കോട് കുറ്റിക്കാട്ടൂരുള്ള യതീംഖാനയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായത്. അവിടെ 2 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു, അവർക്കിടയിലായിരുന്നു പ്രശ്നം. ആ വേളയിലാണ് അവിടേക്ക് പോലീസ് എത്തിയത്. അപ്പോൾ പോലീസ് എത്തിയ വിവരം അറിഞ്ഞാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനും അതുപോലെ തന്നെ KMCCയുടെ ഭാരവാഹി കൂടിയായിട്ടുള്ള സി മാമുക്കോയ അവിടേക്ക് എത്തിയത്. ആ വേളയിലാണ് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി. ആ വേളയിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് എന്തിനാണ് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം അറിയണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്നാൽ പോലീസ് അതിന് ഉത്തരം അറിയുകയല്ല ചെയ്തത്. പോലീസ് തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് മാമുക്കോയുടെ പരാതി. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മുഖത്തും അതുപോലെ ചെവിക്കുറ്റിക്കും തന്നെ ക്രൂരമായി അടിച്ചു. അതിന് അടിയുടെ ഭാഗമായിക്കൊണ്ട് തന്റെ കേൾവിക്ക് പ്രശ്നമുണ്ടായി. ചെവിയുടെ പാട പൊട്ടുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. അങ്ങനെ വലിയ വേദന സഹിച്ചുകൊണ്ടാണ് താൻ മുന്നോട്ട് പോയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് മാമുക്കോയ പറയുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിക്ക് വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. അന്നത്തെ ACP ആയിരുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP ആയിരുന്ന സുദർശൻ, അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ CI ആയിരുന്ന ബെന്നിലാലു. ഒരു നിമിഷം സമീറിലേക്ക് തിരികെ വരാം. 2023 ഈ മർദ്ദനം ഉണ്ടായത്. പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകനായ സി മാമുക്കോയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ പോലീസിന്റെ മർദ്ദനമേറ്റ സി മാമുക്കോയ നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ഇതെന്താണ് സംഭവം? ഇത് 2023 ഡിസംബർ 23 ശനിയാഴ്ച രാവിലെ 8:30 മണിക്കാണ്. കുറ്റിക്കാട്ടൂരിൽ ഒരു പ്രാദേശിക വിഷയമായി നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആ ക്യാമ്പസിലോ ആ വിഷയത്തിലോ ഇല്ല. ഞാൻ മറ്റൊരു ഭാഗത്തുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. സെയിൽസ് ആയിട്ട് വന്നിട്ട് അന്നേരം ഇവര് പോലീസ് വന്നിട്ട് മാമുക്കോയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതെ മാമുക്കോയാണ്, എന്താന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ സ്റ്റേഷനിൽ പോകണമെന്ന്. അപ്പൊ ഞാൻ ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയോ കാര്യമോ എന്തുണ്ടെങ്കിൽ തരി, അല്ലെങ്കിൽ സമൻസ് ഉണ്ടെങ്കിൽ തരി, അല്ലാതെ എന്നെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂല. അപ്പൊ അസിസ്റ്റന്റ് കമ്മീഷണർ ചോദിച്ചതിനോട് താന് എന്നെ നിയമം പഠിപ്പിക്കുകയാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെ നിയമം പഠിപ്പിക്കുന്നല്ല, ഇതിന്റെ പ്രൊസീജിയർ അതാണ് പറഞ്ഞപ്പോ ഞാനൊരു പൊതുപ്രവർത്തകനാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇവരിന്നെ അടിച്ചത്. അടിച്ച് ആദ്യം തലക്കടിച്ച് കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ അന്നത്തെ സുദർശൻ, പിന്നെ ബെന്നി, പിന്നെ 5-8 പോലീസുകാർ ക്യാമ്പസിന്റെ അവിടെ ആരും ഇല്ലേനും ആ സ്ഥലത്ത്. പിന്നെ എന്നെ വിളിച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പുറത്തെത്തുമ്പോഴാണ് വിഷ്വല് കുടുങ്ങുന്നത്. അവിടെയാണ് CCTV കാര്യങ്ങളൊക്കെ ഉള്ളത്. അതായത് ശ്രീ മാമുക്കോയ ഈ വിഷ്വലിലേക്ക് വരുന്നതിന് മുമ്പേ താങ്കളെ മർദ്ദിച്ചു. ഒരു 4-3 അവിടെ കുറച്ച് ബിൽഡിങ്ങും കാര്യമുള്ള ഒരു ഇടിങ്ങിയ സ്ഥലമാണ്. ഒരു കിണറൊക്കെ ഉണ്ട്. അതിന്റെ അടുത്ത് നിന്നിട്ട് അത് ആരും കണ്ടിട്ടില്ല. അത് പറഞ്ഞിട്ട് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ മാനേജറെ കമ്മീഷണർ ഓഫീസിൽ പരാതി കൊടുക്കും. അവര് വിളിച്ചെന്നെ മൊഴി എടുത്തുന്നല്ലാതെ അതിന്റെ പേരിൽ തുടർന്ന് നടപടികളൊന്നും ഉണ്ടായില്ല. നമ്മളിപ്പോ ഈ പോലീസിന്റെ വിഷയത്തിൽ പോയിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാല് പോലീസൊക്കെ ഒറ്റക്കെട്ടാണല്ലോ. അല്ല, ഇപ്പൊ ഇത് പറയാൻ കാരണം ശ്രീ മാമുക്കോയ ഈ തൃശ്ശൂരിലെ സംഭവം കൂടി പുറത്തു വന്ന സാഹചര്യത്തിലാണോ? തൃശ്ശൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നല്ലോ. ഇതേമാതിരി തന്നെയാണ് ഇത്. അതായത് ഇപ്പോൾ പോലീസ് അന്ന് എന്നെ ബാക്കിലിട്ട് തച്ചത് ഒരുപാട് പിടിച്ചു വെച്ചിട്ട് 5-8 പോലീസുകാർ ഉണ്ടാവും. ഇവരപ്പോ പിടിച്ചു വലിച്ചു കൊണ്ടുവരണല്ലേ, ഓല് പിടിച്ചു വെച്ചിട്ട് കൊടുത്തിട്ടാണ് ഇവർ ഇന്നെ അടിക്കുന്നത്. അതേ ആ സമയത്ത് വന്നപ്പോ ഞാൻ ശരിക്ക് അന്ന് വളരെ പ്രയാസം ഉണ്ടായിട്ട് ഞാനിങ്ങനെ പല നിലക്കും പോയി. പിന്നെ ഇതിന് വക്കീലിന് ഇതൊക്കെ വെച്ചാൽ ഇവര് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ അന്ന് പരാതി കൊടുത്തിട്ട് സ്വീകരിച്ചില്ല. അന്ന് അവിടുത്തെ PRO സുധീഷ് അന്ന് പരാതി സ്വീകരിച്ചിട്ടില്ല. എന്നിട്ടാണ് ഞാൻ പിന്നെ ഇവിടെ രണ്ടാമത് മുഖ്യമന്ത്രിക്കും മറ്റേ വെലുക്കൊക്കെ കൊടുത്തത്. ഈ ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോഴും ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടോ? ഇല്ലല്ല, അവരൊക്കെ സ്ഥലം മാറിപ്പോയി. ഇപ്പൊ ഞങ്ങൾ ഈ കാണുന്ന ദൃശ്യങ്ങളില് താങ്കളെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ദൃശ്യമാണ്. ഇതിനു മുൻപും ശേഷവും സംഭവിച്ചിരുന്നത് എന്തൊക്കെയാണ്? ഇതിന്റെ മുമ്പേ എന്നെ ഇട്ടുകണ്ട് അവിടുന്ന് ആക്രമിച്ച് വളരെ ക്രൂരമായിട്ട് തന്നെയാണ് വളഞ്ഞിട്ടിട്ടാണ് പിടിച്ചു വെച്ചിട്ടാണ് സുദർശനും ബെന്നിയും. ആ ബെന്നിയും സുദർശനും നടത്തിച്ച് കൊണ്ടുവരുമ്പോ വിഷലും ഉണ്ട് എന്നെ അടിക്കുന്നത്.
മുഖത്ത് ചെവിക്ക് അടിച്ചു. അന്ന് ചെവി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ചെവി പാട പൊട്ടിയിട്ടൊക്കെ കുറഞ്ഞൊരു ഇതുണ്ടായിനി. അപ്പൊ ആ ഒരു ഇത് ഇപ്പോഴും ഉണ്ട്. അത് സംസാരം പെട്ടെന്നായിട്ട് കേൾക്കൂല ഒരു ഭാഗം. അപ്പൊ അത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഇത് പരാതി കൊടുത്തിട്ട് കാര്യമില്ല, ഇങ്ങനെ നിൽക്കണേരാണ് ഇപ്പൊ ഈ വിഷയം വന്നപ്പോ ഞാൻ രണ്ടാമതൊന്ന് കൊടുക്കണം എന്നുള്ള. ഒരു കാര്യം ചോദിക്കട്ടെ ശ്രീ മാമുക്കോയ, ഇതിപ്പോ ഒരു രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം വെച്ച് പോലീസ് പെരുമാറിയെന്ന് കരുതുന്നുണ്ട്. ഇപ്പൊ മുസ്ലിം ലീഗ് പ്രവർത്തകനാണെന്ന് പറഞ്ഞ ശേഷവും മർദ്ദിച്ചു എന്നല്ലേ പറഞ്ഞത്? അത് പൊതുപ്രവർത്തകനെ, മുസ്ലിം ലീഗിന്റെ ഞാൻ അന്നേരം പറഞ്ഞില്ല, പൊതുപ്രവർത്തകനെന്നാ പറഞ്ഞത്. പക്ഷെ മൂപ്പര് അതിനടിച്ച് ഇന്ന സ്റ്റേഷനിൽ കൊണ്ട് ഇതിന്റെ പേരിൽ പരാതിയോ കാര്യമോ ഉണ്ടെങ്കിൽ ഇന്നെ അറസ്റ്റ് ചെയ്യണ്ടേ, ഇന്ന സ്റ്റേഷനിൽ കൊണ്ടുപോയി അരമണിക്കൂറേ നിർത്തിയുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്നവിടെ നിർത്തി ഞങ്ങൾക്ക് എന്റെ കാര്യങ്ങൾ പറഞ്ഞു തരണം ബെന്നിനോട് ഞാൻ അന്ന് പറഞ്ഞു. സ്റ്റേഷന്റെ മൂപ്പര് വന്നപ്പോ അത് നിങ്ങൾ താന് അവിടെ പിന്നെ എന്തിനാ വന്ന്, ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഒന്നില്ല, നിങ്ങൾ എന്നെ പിടിച്ചു കൊണ്ടുവന്നെന്ന് വെച്ചിക്കാണ്ട് സംസാരം ഉണ്ടായി. പിന്നെ ഞാൻ സ്റ്റേഷനിൽ പിന്നെ വിടുക ചെയ്തത്. ഇപ്പോഴും താങ്കൾക്ക് അറിയില്ല എന്തിനാണ് താങ്കളെ പോലീസ് എന്തിനാ അടിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അത് കറക്റ്റാണ്. ഞാൻ ആ പ്രശ്നമുള്ള സ്ഥലത്തേക്ക് പോവാൻ തന്നെ എന്തിനാണ് കൂട്ടി അടിച്ചതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. എന്റെ പേര് ചോദിച്ചില്ല അവര്, മാമുക്കോയാണെന്ന്. ഓ അത് ശരി, ഇങ്ങോട്ട് വന്ന് ചോദിച്ചു? ആ അങ്ങോട്ട് വന്ന് ചോദിച്ചത്. ഈ ക്യാമ്പസിലെ അത് ഈ പിന്നെ ബാക്കിൽ വലിയൊരു ക്യാമ്പസ് അവിടെ ഉള്ളത് ഞാൻ. അപ്പൊ മുൻപ് ഈ പോലീസുകാരെ ആരെയും പരിചയം ഉണ്ടായിരുന്നില്ല, പിന്നീട് ഇതിന് ശേഷം ഇവരെ ആരെയും കണ്ടിട്ടുമില്ല അല്ലേ? അല്ലല്ല, പിന്നെ ഒരു വട്ടം ബെന്നിനെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? തരാതെ പോയതാ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ശ്രീ മാമുക്കോയ, ഇത് ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ എന്ന നിലയിൽ ലീഗ് ഈ വിഷയം ഏറ്റെടുത്തില്ലേ? ലീഗ് മണ്ഡലം കമ്മിറ്റിയൊക്കെ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. പാർട്ടിനെ പോലീസ് സ്റ്റേഷനിലൊക്കെ ബന്ധപ്പെട്ടിരുന്നു. പിന്നെ വലിയ ഈ രാഷ്ട്രീയം ലീഗും ആകുമ്പോൾ ഇപ്പോഴത്തെ ഭരണം മറ്റുള്ളതാകുമ്പോൾ ആ ഒരു സ്വാധീനം ഉപയോഗിച്ചിക്കാണ്ട് ഒരു പോലീസ് മാറിയതാണ്. ശരി ശരി ശ്രീ മാമുക്കോയ, സമീർ സി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. കൃഷ്ണൻ, എനിക്കൊന്ന് സമീറിലേക്ക് പോകാം. അതെ സമീർ, ഇപ്പോ സമീറും കേട്ട് കാണുമല്ലോ ഈ പരാതിക്കാരൻ പറഞ്ഞ ചില കാര്യങ്ങൾ. എന്തിനാണ് അദ്ദേഹത്തെ അടിച്ചതെന്ന് ഈ 2 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിന് അറിയില്ല. അന്ന് ഈ പറയുന്നത് പോലെ പലയിടത്തും നടന്നു, അതിൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അത് പിന്നീട് വേണ്ടെന്ന് വെച്ചു. അതിനുശേഷം ഇപ്പോൾ ഈ വിഷയങ്ങൾ വീണ്ടും ഉയർന്നു വരുമ്പോൾ അദ്ദേഹം ധൈര്യം സംഭരിച്ചെത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. സമീറിന് അറിയുന്ന കാര്യങ്ങൾ കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കാം. ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഇയാളും അതുപോലെ തന്നെ ഈ വ്യക്തിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവുമൊക്കെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോയതാണ്. പക്ഷേ കാര്യമായ രീതിയിലുള്ള ഒരു നടപടിയും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായില്ല. മാത്രമല്ല അവിടെ മെഡിക്കൽ കോളേജ് CA ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പരാതി. മെഡിക്കൽ കോളേജിലാണ് ആദ്യം പരാതിയുമായിട്ട് ചെന്നത്. അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അത്തരം ഒരു പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല. അങ്ങനെയുള്ളപ്പോഴാണ് പിന്നീട് അത് മണ്ഡലം കമ്മിറ്റി, മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം കമ്മിറ്റി ഏറ്റെടുക്കുകയും പല പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ കാര്യമായ രീതിയിലുള്ള ഒരു നടപടി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായില്ല. പിന്നീട് അദ്ദേഹം ആ വിഷയം ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീടാണ് ഇപ്പോൾ ഈ സമീപ നാളുകളായിക്കൊണ്ട് പോലീസുകാർക്കെതിരെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു. വലിയ അവരുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും അവരുടെ ക്രൂരമർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയും അതിനെ തുടർന്ന് പോലീസുകാർക്കെതിരെ സസ്പെൻഷനെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഒരു നടപടി വരുന്നു എന്നുള്ള അത്ര ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോഴാണ് തനിക്ക് ഇനിയെങ്കിലും നീതി ലഭ്യമാകുമോ എന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന് വരുന്നു. സ്വാഭാവികമായും അദ്ദേഹം ആദ്യം നൽകിയ പരാതി വീണ്ടും ഒന്ന് പൊടി തട്ടിയെടുക്കുന്നു. അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ആ പരാതിയുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അതിൽ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെ നൽകിയിട്ടുമുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഈ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. തനിക്ക് നീതി ലഭ്യമാക്കണം, എന്തിന് തന്നെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചു, ഒപ്പം തന്നെ അത്രയേറെ ആളുകൾക്കിടയിൽ വെച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മർദ്ദനമുണ്ടാകുന്നു, അത് മാനഹാനി ഉണ്ടാക്കുകയും ചെയ്തു. മാത്രമല്ല ഒരു മോശക്കാരനായി താൻ നാട്ടിൽ മാറുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം മാറ്റിയെടുക്കണം. അതിന് തക്കതായ ശിക്ഷ ഈ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വേണം എന്നുള്ള ആവശ്യമാണ് മാമുക്കോയ മുന്നോട്ട് വെക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.